എനിക്ക് ആദ്യ പാദത്തിൽ വളരെ കുറച്ച് സമയം അനുവദിച്ചിട്ടുള്ളൂ താങ്കൾ. എനിക്ക് പലതും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നെ ശരീരത്തിനെ കുറിച്ച് 86 കാര്യം അതിനെ കുറിച്ച് എനിക്ക് വിശദീകരിക്കേണ്ടിയിരുന്നു, അത് സാധിച്ചില്ല. ഇപ്പൊ അദ്ദേഹം ഒരുപാട് കണക്കുകളോട് പറഞ്ഞു, ധാരാളം സമയമെടുത്തു. ഏതായാലും കോൺഗ്രസ് ഇവിടെ ഇല്ല ഈ ചർച്ചയിൽ. ഘടകകക്ഷി എന്നുള്ളവർക്ക് ഞങ്ങൾക്ക് അതിന്റെ ബാധ്യത. ഞാൻ വളരെ ഒരു 25 BJP-ക്കാർ, BJP-യുടെ ഇമ്മൻസ് പദവിയിലിരുന്ന ജനപ്രതിനിധികൾ 25 എണ്ണം കോൺഗ്രസിലേക്ക് വന്ന ഒരു ചെറു ലിസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ടാണ് വായിച്ചു തരാം. അതൊന്നും അയാൾ കേൾക്കട്ടെ. മഹാരാഷ്ട്ര MP നാനാ പട്ടേൽ, മധ്യപ്രദേശ് MP അഭയ മിശ്ര, കർണാടകയിലെ MLA കൃഷ്ണമൂർത്തി, രാജസ്ഥാൻ MLA മാനവേന്ദ്ര സിംഗ്, നാഗ്പൂർ MLA നാഗ്പൂർ കേൾക്കണം, RSS ആസ്ഥാനത്തുള്ള നാഗ്പൂർ MLA ആഷിഖ് ദേശ്മുഖ്, രാജസ്ഥാൻ മന്ത്രി ഉഷ പുനിയ, രാജസ്ഥാൻ MLA നാരായണൻ ഭട്ട്, മധ്യപ്രദേശ് MLA സഞ്ജയ് ശർമ്മ, മധ്യപ്രദേശ് MLA കമലാൽ ആര്യ, ഗുജറാത്ത് MLA ഗുജറാത്തിലും കനൂഭായ് കൻസാരിയ, ഗുജറാത്തിലെ MLA വീണ്ടും ശ്യാംജി ചൗഹാൻ, മധ്യപ്രദേശ് പൊതുമരാമത്ത് മന്ത്രിയും മുൻ MP-യുമായ സർതാജ് സിംഗ്, 13 രാജസ്ഥാൻ മന്ത്രി സുരേന്ദർ ഗോയൽ, രാജസ്ഥാനിലെ BJP-യുടെ ഏക മുസ്ലിം MLA ആയ റഹ്മാൻ, രാജസ്ഥാൻ BJP MP ഹരീഷ് ചന്ദ്ര, ഗുജറാത്തിലെ മന്ത്രി സുന്ദർ സിംഗ് സലഭ, രാജസ്ഥാൻ സ്പീക്കർ സുമിത്ര സിംഗ്, അരുണാചൽ പ്രദേശ് മന്ത്രി കൗമലി മോസങ്, അരുണാചൽ മന്ത്രി ലിച്ചി രേഖി, മധ്യപ്രദേശ് MLA രമേശ് സക്സേന, ഗോവ മന്ത്രി മഹാദേവ് നായിക്, കീർത്തി ആസാദ് MP, ഗുജറാത്ത് മന്ത്രി ബിമൽ ഷാ, ഗുജറാത്ത് MLA അനിൽ പട്ടേൽ, UP-യിലെ സാവിത്രിബായി ഫൂലെ. 25 എണ്ണത്തിന് കണക്കാ പറഞ്ഞത്. അങ്ങോട്ട് മാത്രമൊന്നുമല്ല. പിന്നെ നിങ്ങൾ കോൺഗ്രസിനെ ആക്രമിക്കുന്നത് അധികാരം ഉപയോഗിച്ചിട്ടാണ്. അവരുടെ ഫണ്ട് നാണമുണ്ടോ നിങ്ങൾക്ക്? അവരുടെ ഫണ്ട് എന്ത് ചെയ്യാ? ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും പാലിക്കേണ്ട മര്യാദയുണ്ട്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്? ഒരു പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുകയാണ്. എത്ര വലിയ തോന്നിവാസങ്ങൾ ഈ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സൂറത്തിൽ എന്താ സൂറത്തിൽ നടന്നത്? നിങ്ങളുടെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഈ കള്ളപ്പണത്തിന്റെ കറൻസി കെട്ടുകളും ഉപയോഗിച്ച് ജീവൻ ജസ്റ്റിസ് ലോധ എന്ന ഒരു ജഡ്ജിനെ വരെ തട്ടിയിട്ട നാടാണ്. ജഡ്ജിമാർ വരെ ഭയപ്പെട്ടിരിക്കുക. നിങ്ങൾ ഓരോ സ്ഥലത്തും പോയിട്ട് കോൺഗ്രസിന്റെ ഇതിനുള്ള സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോവുക, ഭീഷണിപ്പെടുത്തുക, അധികാരം ഉപയോഗിച്ച് ജയിലിലിടുന്നു പറയുക. ഞാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി, എന്നെ വന്ന് കൊല്ലും, എന്റെ മക്കൾ കൊല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ പിൻവലിച്ചോടും. ഒരുപക്ഷെ ഇവരുടെ പാർട്ടിയിൽ ജീവൻ ഭയന്ന് ചേർന്നത് വരും. ഇതൊക്കെ ഭീരുത്തല്ലാതെ വേറെന്താ? അതേമാതിരി ശരീഅത്ത് 86 കണക്ക് പറഞ്ഞു. 86 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്താണോ അതിനനുസൃതമായിട്ടുള്ള ഒരു ജീവനാംശ നയമാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ മുസ്ലിം വനിതകൾക്ക് വിധവകളാവുന്നവർക്ക് മുൻ ഭർത്താവിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യം വളരെ ചെറുതാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. ഇവിടെ നിയമ സംവിധാനത്തിന് കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? രാജീവ് ഗാന്ധി ഈ മുസ്ലിം വനിതാ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കിയത്. അതുവഴി വലിയ ഇമ്മൻസ് തുകയാണ് വിവാഹമോചിതയായ സ്ത്രീ കിട്ടുന്നത്. രാം പുരിയാനി എഴുതിയ ഏറ്റവും നല്ല ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു ഈ വിവാഹമോചനം തന്നെ 71% കുറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത് വന്നോടുകൂടി. പണ്ട് വെറും 150 രൂപ ശാബാന വികത്തിന് കിട്ടിയ എത്രയാണ്? 150 രൂപ, 160 രൂപ. അതാണ് മാറി. ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് വലിയൊരു വിഹിതം ഒറ്റയടിക്ക് കൺസോൾട്ടേറ്റ് ആയിട്ട് കൊടുക്കണം എന്നതാണ് നിയമം വന്നത്. അത് ചെറിയ കാര്യമാണോ? മാത്രമല്ല ആ നിയമം ഈ രാജ്യത്തിലെ മറ്റു മതക്കാർക്ക് ബാധകമാക്കിയിട്ടുണ്ടോ? 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് ഇവിടെ ഉണ്ടല്ലോ. ആ ആക്ട് പ്രകാരം ഓരോ മത വിഭാഗത്തിനും ആ മതം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാദത്തമാണ്. ആ ഭരണഘടനാദത്തമായി ഭരണഘടനക്ക് വയലേഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇതുണ്ടാക്കിയത്. ആ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് ഈ രാജീവ് ഗാന്ധിന്റെ ഈ നിയമം വന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതസ്ഥന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായോ? പിന്നെ നമ്മളെ ഡോക്ടർ ഇവിടെ ഇദ്ദേഹം പറയുണ്ടായി, നമ്മുടെ സഹ പാനലിസ്റ്റ് മോഹൻ വർഗീസ് സാറ്, ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയാവുന്നു. നിലവിൽ എന്താണ്? ഇന്ത്യ ഒരൊറ്റ കാര്യത്തിലാണ് ലോകത്തിൽ റെക്കോർഡ്, ജനസംഖ്യയുടെ കാര്യത്തിൽ 2ാം സ്ഥാനം. ബാക്കി എല്ലാം 100ന്റെ പുറത്താ. എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങളെ കയ്യിലുള്ളത്? 5ാമത്തെ സാമ്പത്തിക സ്ഥാനമാണ് പോലും. ബ്രിട്ടന്റെ മേലെ വരാൻ പോകുന്നു. എല്ലാത്തിലും ഉഗാണ്ടക്കും മറ്റേ ബംഗ്ലാദേശിനും പാകിസ്ഥാനും പറയില്ല. ഓരോ ഹാപ്പിനെസ് ലിസ്റ്റ് ഓരോന്നും എടുക്കുക, എല്ലാത്തിലും എടുക്കുക. വെറുപ്പിലും ജനസംഖ്യയിലും മാത്രമാണ് മേലെ പോയത്. വേറെ എന്താ ഉള്ളത്? മറ്റു രാജ്യക്കാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയിലുള്ളത്. എത്രയാണ് ഇന്ത്യന്റെ കടം? ബ്രിട്ടന് 10 പൈസന്റെ കടമില്ല.
ഇന്ത്യന്റെ കടം എത്രയാണോ ആ കടത്തിന്റെ 12,000 ഇരട്ടി കടം കൊടുത്ത രാജ്യമാണ് ബ്രിട്ടൻ. ആ ബ്രിട്ടന്റെ മേലെ വരാൻ പോകുന്നു ഇന്ത്യ എന്നൊക്കെ ഈ കള്ളത്തരം പ്രചരിപ്പിക്കുക ഇവര്. എവിടെയാണ് ഏത് സ്ഥാനത്തിലുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ എല്ലാ മേഖലയിലും എത്രയോ പിറകിലെ ഇവരെ പ്രൊപ്പകണ്ടയാണ്. കളവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജോ ബൈഡന്റെ മേലെയാണ് നരേന്ദ്രമോദി സ്ഥാനം എന്നാരും ഇവരെന്നെ പണ്ട് ആണ്ടിയുടെ അടിയുടെ കഥ പറഞ്ഞ പോലെ എന്റെ ഗ്യാരണ്ടി, ഞാൻ ഗ്യാരണ്ടി, എന്ത് ഗ്യാരണ്ടി? ഇവിടെ അദാനി അംബാനിയെ കുറിച്ച് എന്ത് പറഞ്ഞ പാക്കെന്താ? അതിൽ പറയുന്നത് കള്ളപ്പണം പിക്കപ്പിൽ കൊണ്ടുവരുന്നു എന്നാ. അപ്പൊ അദാനിയുടെ അടുത്ത് കള്ളപ്പണമാണെന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചില്ലേ? അതല്ല ഇതിന്റെ അടുത്ത് പരോക്ഷമായി സമ്മതിക്കില്ലേ? എന്താ ഇപ്പം ഉണ്ടാത്തത്? ശരി, അതാണ് ചോദ്യം.